എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂലകങ്ങളും വർഗീകരണങ്ങളും എന്നുള്ള ഈ മൊഡ്യൂളിൽ നമുക്ക് 5 ചാപ്റ്ററുകളാണ് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ആദ്യ ചാപ്റ്ററായ 8ാം ക്ലാസ് സയൻസിലെ 7ാമത്തെ അധ്യായമായ ലോഹങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 8ാം ക്ലാസ് സയൻസിലെ 7ാമത്തെ അധ്യായമായ ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. അധ്യായം 7 ലോഹങ്ങൾ. ആദ്യം കുറേ ലോഹങ്ങളുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെ നമുക്ക് ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നറിയാം. ചെറിയൊരു മുട്ടുസൂചി മുതൽ നമ്മൾ വലിയ വിമാനങ്ങൾ വരെ ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ സമസ്ത മേഖലയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്ത് ലോഹം എന്ന് പറയുന്നത്. ഈ ലോഹം പല വിധത്തിലുണ്ട്. ഏതെങ്കിലും ഒരു ടൈപ്പ് ലോഹം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം വിവിധ തരം പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം എന്തുകൊണ്ടാണ്? വിവിധ തരം പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പദാർത്ഥങ്ങളോ വ്യത്യസ്ത തരം മൂലകങ്ങൾ കൊണ്ടാണ് ഈ പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്രപഞ്ചത്തിലെ ഏത് വസ്തു എടുത്താലും ആ വസ്തുക്കളെല്ലാം പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതോ വ്യത്യസ്ത തരം മൂലകങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ മൂലകങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തന പട്ടികയിൽ ഓരോ കാറ്റഗറി ആയിട്ട് ഓരോ വിഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, വാതകങ്ങൾ, അങ്ങനെ ഒരുപാട് വിധത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ലോഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഒരു വസ്തു ലോഹനിർമ്മിതമാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന് കാഠിന്യം നോക്കി മനസ്സിലാക്കാം, അതുപോലെ ചൂടാക്കിക്കൊണ്ട് മനസ്സിലാക്കാം. ഒരു വസ്തു ലോഹനിർമ്മിതമാണെന്ന് നമുക്ക് ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കാം? ഒന്ന് ചൂടാക്കിക്കൊണ്ട് മനസ്സിലാക്കാം, അതുപോലെ കാഠിന്യം നോക്കിയാണ്ട് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ നമുക്ക് ലോഹങ്ങൾ ഓരോന്ന് കോളം തന്നിട്ടുണ്ട്. അതിൻ്റെ സവിശേഷതയും അതുകൊണ്ട് ഉണ്ടാക്കുന്ന ആഭരണങ്ങളൊക്കെ നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. സ്വർണത്തിൻ്റെ തന്നിട്ടുണ്ട്, കോപ്പർ, ഇരുമ്പ്, അലുമിനിയം ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ലോഹങ്ങളെ ഓരോ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ലോഹങ്ങളുടെ ആദ്യത്തെ ഒരു പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് മാലിയബിലിറ്റി എന്നുള്ളത്. മാലിയബിലിറ്റി എന്നുള്ളത് ലോഹങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മാലിയബിലിറ്റിയും അതുപോലെ ഡക്റ്റിലിറ്റിയും. മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ലോഹങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. അപ്പോൾ ലോഹങ്ങളുടെ മാലിയബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയാണ് എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലോഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? അടിച്ച് പരത്തിക്കൊണ്ട് കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ മാറ്റാൻ കഴിയുന്ന ഈ ഒരു സവിശേഷത, ഈ ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. നമുക്ക് ലോഹങ്ങൾ എന്ത് ചെയ്യാം? അടിച്ച് പരത്തിക്കൊണ്ട് വളരെ കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയും. ലോഹങ്ങളുടെ ഈ ഒരു പ്രത്യേകത, ഇങ്ങനെ വളരെ കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റപ്പെടാൻ കഴിയുന്ന ഈ ഒരു പ്രത്യേകതകളെയാണ് നമ്മളെന്ത് മാലിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഈ മാലിയബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാലിയബിലിറ്റി, ലോഹത്തിൻ്റെ മാലിയബിലിറ്റി എന്ന പ്രത്യേകത ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം ഏതാണ് എന്ന് പറഞ്ഞുതരാം. ചില മിഠായികളും ചോക്ലേറ്റുകളും പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ലോഹത്തിൻ്റെ എന്തു പ്രത്യേകതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മിഠായികളും ചോക്ലേറ്റുകളൊക്കെ പൊതിയുന്ന അലുമിനിയം ഫോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മിഠായികളും ചോക്ലേറ്റുകളും പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ അലുമിനിയത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? മാലിയബിലിറ്റി എന്ന അലുമിനിയത്തിൻ്റെ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് മിഠായികളും ചോക്ലേറ്റുകളും പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് മാലിയബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയും. ഇതാണ് എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. സ്വർണ്ണത്തിനാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ നമുക്കൊരു കോളത്തിൽ തന്നിട്ടുണ്ട്.
മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം എത്രയെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 1 ഗ്രാം സ്വർണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനും 2 കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും. 1 ഗ്രാം സ്വർണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനും 2 കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും. അപ്പോൾ സ്വർണത്തിൻ്റെ മാലിയബിലിറ്റി എന്നുള്ള പ്രത്യേകത. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ അളവിൽ പ്രകടിപ്പിക്കുന്ന ലോഹമാണ് സ്വർണം. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഏക പോയിൻ്റ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് 1 ഗ്രാം സ്വർണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനും 2 കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും എന്നുള്ളത്. ഇനി മാലിയബിലിറ്റി പോലെ തന്നെ ലോഹത്തിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി പോലെ തന്നെ ലോഹത്തിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയാണ് എന്ത്? ഡക്റ്റിലിറ്റി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ലോഹങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞത് അടിച്ചു പരത്താണ്, എന്നാൽ ഈ ലോഹങ്ങളെ വലിച്ചു നീട്ടിക്കൊണ്ട് കനം കുറഞ്ഞ നീർത്ത കമ്പികളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഈ ഒരു ലോഹങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഡക്റ്റിലിറ്റി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതാണ്? അതിനിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബൾബ് കണ്ടിട്ടില്ലേ? ഈ ബൾബിൻ്റെ ഫിലമെൻ്റ് ഉണ്ടല്ലോ, ഫിലമെൻ്റ്, ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, ഇത് ഉപയോഗിക്കുന്നത് ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ടാക്കുന്നത് ഈ ടങ്സ്റ്റൻ്റെ ഡക്റ്റിലിറ്റി എന്ന സവിശേഷത ഉപയോഗിച്ചുകൊണ്ടാണ് ടങ്സ്റ്റൺ കൊണ്ട് വൈദ്യുത ഫിലമെൻ്റ് ഉണ്ടാക്കുന്നത് ബൾബിനുള്ളിൽ. ഇനി നമുക്ക് അത് പറയാം. അതുതന്നെയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ടങ്സ്റ്റൺ എന്ന ലോഹത്തിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുതി ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വൈദ്യുതി ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. അതിന് കാരണം എന്താണ്? വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ കഴിയുമെന്ന ടങ്സ്റ്റൻ്റെ കഴിവാണ് ഫിലമെൻ്റായി ഇത് ഉപയോഗിക്കുന്നതിന് ഒരു കാരണം. അപ്പോൾ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ കഴിയും എന്നുള്ള ടങ്സ്റ്റൻ്റെ കഴിവാണ് ഫിലമെൻ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ ടങ്സ്റ്റൻ്റെ എന്ത് പ്രത്യേകതയാണ്? ഡക്റ്റിബിലിറ്റി എന്ന പ്രത്യേകത കൊണ്ടാണ് എന്ത് ബൾബുകളിൽ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണം. ഡക്റ്റിലിറ്റി എന്ന ടങ്സ്റ്റൺ ലോഹത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനമാണ്. മാലിയബിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് നമ്മൾ പറഞ്ഞു? സ്വർണ്ണമാണ്. എന്നാൽ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം കൂടാതെ കോപ്പർ, സ്വർണം എന്നിവയും എന്താണ്? ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി ഉപയോഗിക്കാം. പ്ലാറ്റിനം കൂടാതെ തന്നെ കോപ്പറും സ്വർണ്ണമൊക്കെ നമുക്ക് നേർത്ത കമ്പികളാക്കിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ സ്വർണ്ണമൊക്കെ ആഭരണങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവയുടെ ഉയർന്ന ഡക്റ്റിലിറ്റിയാണ്. അപ്പോൾ ഇവയ്ക്കൊക്കെ ഉയർന്ന ഡക്റ്റിലിറ്റിയാണ്. പക്ഷേ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? പ്ലാറ്റിനത്തിനാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് സ്വർണ്ണത്തിനാണ്. അപ്പോൾ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹങ്ങൾ ഏതാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് എന്ത്? കാഠിന്യം അഥവാ ഹാർഡ്നെസ്. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം അഥവാ ഹാർഡ്നെസ്. എന്നാൽ അപൂർവം ചില ലോഹങ്ങൾക്ക് എന്താണ്? കാഠിന്യം കുറവാണ്. ലോഹങ്ങളുടെ പ്രത്യേകത കാഠിന്യമാണെങ്കിലും കാഠിന്യം കുറഞ്ഞ ഒരുപാട് ലോഹങ്ങളും ഉണ്ട്, ഭൂമിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് സോഡിയം കാഠിന്യം കുറഞ്ഞ ലോഹത്തിന് ഒരു ഉദാഹരണമാണ്. ലിഥിയം, പൊട്ടാസ്യം എന്നിവയും എന്താണ്? മൃദുലോഹങ്ങളാണ്, കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ്. അപ്പോൾ ലോഹങ്ങളുടെ വേറൊരു സവിശേഷത പറഞ്ഞ് നമ്മൾ മാലിയബിലിറ്റി, ഡക്റ്റബിലിറ്റി. അടുത്ത സവിശേഷത പറഞ്ഞത് ലോഹങ്ങളുടെ സവിശേഷതയാണ് കാഠിന്യം, ഹാർഡ്നെസ്. എന്നാൽ എല്ലാ ലോഹങ്ങളും കാഠിന്യമുള്ളതാണ്? അല്ല. കാഠിന്യം കുറഞ്ഞ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയൊക്കെ എന്താണ്? മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയൊക്കെ എന്താണ്? മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് സോഡിയം മുറിച്ചാൽ ഉണ്ടാകുന്ന പ്രതലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എന്ത് പ്രത്യേകതയാണ്? ഇരുമ്പ്, കോപ്പർ എന്നിവ മുറിച്ചാലും അതേപോലെ സോഡിയം മുറിച്ചാലും ആ പ്രതലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രതലത്തിൻ്റെ പ്രത്യേകത? ആ പ്രതലം കൂടുതൽ തിളക്കമുള്ളതാകുന്നു. അപ്പോൾ കൂടുതൽ തിളക്കമുള്ളതാകുന്നു. അതായത് നമ്മൾ ഇരുമ്പ്, കോപ്പർ അതുപോലെ സോഡിയമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതലം തിളക്കമുള്ളതാകുന്നു, കൂടുതൽ തിളക്കമുള്ളതാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ലോഹങ്ങളുടെ പ്രത്യേകതയ്ക്ക് നമ്മൾ എന്താ പറയുക? ലോഹദ്യുതി എന്നാണ് പറയുന്നത്.
ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ലോഹദ്യുതി. എന്താണ് ലോഹദ്യുതി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന ലോഹങ്ങളുടെ പ്രതലം എന്തായിരിക്കും? തിളക്കം കൂടിയതായിരിക്കും, തിളക്കമാർന്നതായിരിക്കും. ഈ ഒരു സവിശേഷതയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലോഹദ്യുതി എന്നാണ് വിളിക്കുന്നത്. ലോഹങ്ങളുടെ ഈ ഒരു സവിശേഷതയെ നമ്മൾ വിളിക്കുന്നതാണ് ലോഹദ്യുതി. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുമ്പ്, കോപ്പർ അതുപോലെയൊക്കെ അവയൊക്കെ മുറിച്ചാൽ അവയുടെ പ്രതലം തിളക്കം മാറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തിളക്കം മാറുന്ന ഈ ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഹദ്യുതി എന്ന് പറയുന്നത്. ഇനി ലോഹങ്ങളെക്കുറിച്ച് ലോഹങ്ങളുടെ അടുത്ത പ്രത്യേകതയാണ് എല്ലാ ലോഹങ്ങളും എന്താണ്? താപചാലകങ്ങളാണ്. താപം കടത്തിവിടുന്നവയാണ് എന്ത് പറയുക നമ്മൾ? താപചാലകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോഹങ്ങളുടെ സവിശേഷത എന്താണ്? താപചാലകത അഥവാ തെർമൽ കണ്ടക്ടിവിറ്റി. ലോഹങ്ങളുടെ ഒരു സവിശേഷത എന്താണ്? താപചാലകത അഥവാ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ലോഹങ്ങളൊക്കെ എന്താണ്? തെർമൽ കണ്ടക്ടേഴ്സാണ്, താപചാലകങ്ങളാണ്. ലോഹങ്ങളൊക്കെ ചൂടിനെ നന്നായി കടത്തിവിടുന്ന കൊണ്ടാണ് അവയെ താപചാലകങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങൾ ചൂടിനെ നന്നായി കടത്തിവിടും, തെർമൽ കണ്ടക്ടേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, താപചാലകങ്ങളാണ്. ഇനി ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളത് ഏതിനാണ്? വെള്ളിക്കാണ്. വെള്ളിക്കാണ് ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളത്. ഏറ്റവും നന്നായി ചൂടിനെ കടത്തിവിടുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ്. അപ്പോൾ വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ താപചാലകം കൂടുതൽ ഉള്ളത്. താരതമ്യേന താപചാലകത കൂടിയവയാണ് എന്തൊക്കെ? അലുമിനിയവും കോപ്പറും. ഇപ്പോൾ വെള്ളിയാണ് ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളതെന്ന് പറഞ്ഞു. താപത്തെ ഏറ്റവും കൂടുതൽ നന്നായി കടത്തിവിടുന്നത് ഏതാണ്? വെള്ളിയാണ്. എന്നാൽ കോപ്പറും അതുപോലെ അലുമിനിയം ഇവയും താപത്തെ കടത്തിവിടുന്നുണ്ട്. ലോഹത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്താണ്? എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. അപ്പോൾ താപചാലകങ്ങളുമാണ്, അതുപോലെ എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങളൊക്കെ വൈദ്യുത ചാലകങ്ങളാണ്. വൈദ്യുതിയെ നന്നായി കടത്തിവിടുന്നത് കൊണ്ടാണ് ഇവയെ വൈദ്യുത ചാലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സുമാണ്, തെർമൽ കണ്ടക്ടേഴ്സുമാണ്. ലോഹങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുത ചാലകങ്ങളുമാണ്, താപചാലകങ്ങളുമാണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സും തെർമൽ കണ്ടക്ടേഴ്സും. ലോഹങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ പ്രത്യേകത എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ഇനി നമ്മൾ താപം നന്നായി കടത്തിവിടുന്ന ഏറ്റവും താപചാലകതയുള്ള ലോഹം വെള്ളിയാണെന്ന് പറഞ്ഞു. ഇനി വൈദ്യുത കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും താപചാലകത കൂടുതൽ ഏതിനാണ്? വെള്ളിക്ക് തന്നെയാണ്. ഇനി ഇവിടെ പാരഗ്രാഫിൽ പറയുന്ന ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ബേസാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവിനെ എന്താണ് നമ്മൾ പറയുന്നത്? വൈദ്യുത ചാലകത. താപം കടത്തിവിടാനുള്ള കഴിവിനെ താപചാലകത. ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. അപ്പോൾ ലോഹങ്ങളുടെ കൂട്ടം ലോഹത്തിൽ ഏറ്റവും കൂടുതൽ താപം കടത്തിവിടുന്നതും വൈദ്യുതി കടത്തിവിടുന്നത് ഏതാണ്? വെള്ളി തന്നെയാണ്. അപ്പോൾ വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ളത് വെള്ളിയാണ്. ചാലകതയുടെ കാര്യത്തിൽ അതിൻ്റെ തൊട്ടുപിറകിൽ നിൽക്കുന്നവയാണ് കോപ്പറും അലുമിനിയവും. നമ്മൾ അതായത് താപത്തിൻ്റെ കാര്യമാണെങ്കിലും വൈദ്യുതി കാര്യമാണെങ്കിലും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വെള്ളിയാണ്. തൊട്ട് പിന്നാലെ അലുമിനിയവും കോപ്പറുമാണ്. അത് ചൂടാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും, അതായത് താപമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും ഒക്കെ അത് കടത്തിവിടുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനം വെള്ളിക്കാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വീടുകളിൽ വയറിങ്ങിൽ കോപ്പർ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മളെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളിൽ, വൈദ്യുത പോസ്റ്റുകളിലെ വൈദ്യുതി പ്രസരണത്തിന് ഉപയോഗിക്കുന്ന കമ്പി അലുമിനിയവുമാണ്. അവിടെ നമ്മളെന്ത് വെള്ളി ഉപയോഗിക്കാറില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ് തന്നെയാണ്, ചിലവുകളുള്ള പ്രശ്നം തന്നെ, ചിലവ് ചുരുക്കലാണ്. പിന്നെ രണ്ടാം സ്ഥാനം ആണ്, അതുകൊണ്ടാണ്. വെള്ളി ആകുമ്പോൾ നമുക്ക് ചിലവ് കൂടും. ഇനി ലോഹത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് എന്ത്? സോണോറിറ്റി എന്ന് പറയുന്നത്. ലോഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സോണോറിറ്റി എന്ന് പറയുന്നത്. എന്താണ് ലോഹത്തിൻ്റെ സോണോറിറ്റി എന്നുള്ള പ്രത്യേകത? കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? സോണോറിറ്റി എന്ന് പറയുന്നത്. കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോണോറിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം.
കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊണോരിറ്റി എന്ന് പറയുന്നത്. ഇത് ഉദാഹരണമാണ്. ഈ സൊണോരിറ്റി ഇത് ഉപയോഗിക്കുന്നതിന് ഉദാഹരണങ്ങളാണ് എന്ത്? നമ്മളെ ഇലത്താളം, അതുപോലെ മണികൾ ഒക്കെ എന്താണ് ഈ ഒരു സൊണോരിറ്റി എന്നുള്ള ലോഹത്തിൻ്റെ കഴിവ് ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഇലത്താളം, അതുപോലെ മണി എന്നിവ. ഇപ്പോൾ ലോഹത്തിൻ്റെ സൊണോരിറ്റി എന്ന സവിശേഷത ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് എന്ത്? ഇലത്താളം, അതുപോലെ മണി എന്നിവ. അപ്പോൾ എന്താണ് സൊണോരിറ്റി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊണോരിറ്റി എന്ന് പറയുന്നത്. ഇനി ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുകയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. ഇനി ലോഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ പറയാണ്. ലോഹങ്ങൾ പൊതുവെ എന്താണ്? ഉയർന്ന താപനിലയിൽ ഉരുകും. ഉയർന്ന താപനിലയിൽ ഉരുകുകയും അതുപോലെ ഉയർന്ന സാന്ദ്രതയുള്ളതുമാണ്. ഉയർന്ന താപനിലയിൽ ഉരുകുന്നത് കൊണ്ട് തന്നെ എന്താണ്? ഉയർന്ന സാന്ദ്രത ഉള്ളതും കൂടിയാണ്. അപ്പോൾ ലോഹങ്ങളുടെ മറ്റു പ്രത്യേകത എന്താണ്? ഇനി ഒരു 3 പ്രത്യേകത കൊണ്ട് അതെന്തൊക്കെയാണ്? ലോഹങ്ങൾ പൊതുവേ എന്താണ്? ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയാണ്, അതുപോലെ സാന്ദ്രത കൂടിയതാണ്. ഇനി ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങളോ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. അപ്പോൾ ലോഹങ്ങൾ പൊതുവേ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളതുമാണെങ്കിലും നമ്മൾ ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ എന്താണ്? താഴ്ന്ന താപനിലയിൽ തന്നെ ഉരുക്കും. അപ്പോൾ ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ എന്ത് ചെയ്യും? താഴ്ന്ന താപനിലയിൽ തന്നെ ഉരുകുന്ന ലോഹങ്ങളാണ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് എന്ത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. ഇപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ എന്താണ്? സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ എന്താണ്? സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്? കാഠിന്യം കുറഞ്ഞ മൃദുലോഹങ്ങളും കൂടിയാണ് എന്ത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ കാഠിന്യം കുറഞ്ഞുകൊണ്ട് തന്നെ മൃദുലോഹങ്ങളായതുകൊണ്ട് തന്നെ എന്താണ്? സാന്ദ്രത വളരെ കുറവാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങളുടെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ എന്താണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യവും. അപ്പോൾ അവയെന്താണ്? അവർക്ക് സാന്ദ്രത കുറവുമാണ്. പിന്നെ ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങളുടെ പ്രത്യേകത എന്താണ്? താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് എന്ത്? ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ. ബാക്കിയുള്ള എല്ലാ ലോഹങ്ങളുടെയും പൊതുവെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും അതുപോലെ ഉയർന്ന സാന്ദ്രത ഉള്ളതുമാണ്. ഇനി ദ്രവണാങ്കം, തിളനില എന്നുള്ള ഈ ഒരു ഭാഗം നോക്കാം. എന്താണ് ദ്രവണാങ്കം എന്നും എന്താണ് തിളനില എന്നുള്ളതും നമുക്ക് നോക്കാം. ഇത് നമുക്ക് ആദ്യത്തെ 2-3 സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റാണ് അതിൻ്റെ പോയിൻ്റ് വരുന്നത്. ദ്രവണാങ്കവും തിളനിലയും. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി ദ്രാവകങ്ങളാക്കി മാറ്റാമല്ലോ. ഐസ് ഉരുകി ജലമാകുന്നതും ഈ ജലം വീണ്ടും ചൂടാക്കിയാൽ അത് നീരാവിയായി മാറുമെന്നും നമുക്കറിയാം. ഏതു ഖരവസ്തുവിനെയും ഈ രീതിയിൽ അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കാം. ജസ്റ്റ് അതൊന്ന് പറയാനാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയെ ദ്രവണാങ്കം എന്ന് പറയുന്നു. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് എന്ത്? ദ്രവണാങ്കം. ഒന്നും കൂടിയും പറയാം. ഖരം, അതായത് ഏതൊരു ഖരവസ്തു ആയിക്കോട്ടെ, അത് ദ്രാവകമായി മാറുന്ന താപനിലയാണ് എന്ത് പറയുന്നത്? ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഐസ് ഖരാവസ്ഥയിലാണല്ലോ. അത് വെള്ളമാകാൻ എത്ര ഡിഗ്രിയിൽ ചൂടാക്കണം എന്ന് നോക്കാം. ആ താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ താപനിലയാണ് നമ്മൾ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് തിളനില എന്നുള്ളത്. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയെ തിളനില എന്ന് പറയുന്നു. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയെ തിളനില എന്ന് പറയുന്നു. അപ്പോൾ വാതകം തിളച്ചുകൊണ്ട് ദ്രാവകം തിളച്ചുകൊണ്ട് വാതകമാകുന്ന താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിളനില എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ദ്രാവകം തിളച്ചുകൊണ്ട് വാതകമായി മാറുന്ന തിളനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിളനില എന്ന് പറയാം. അപ്പോൾ ദ്രവണാങ്കം എന്താണ്? ഖരം ദ്രാവകമായി മാറുന്ന താപനില. ദ്രവണാങ്കം അതാണ് ദ്രവണാങ്കം. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയാണ്
തിളനില എന്ന് പറയും. അപ്പോൾ ദ്രവണാങ്കവും തിളനിലയും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കോളം നോക്കാം. പ്രധാനപ്പെട്ടതാണ്. എന്താണ് ദ്രവണാങ്കം എന്നും എന്താണ് തിളനില എന്നും നിങ്ങൾ പഠിക്കുന്നത് വളരെ നന്നാവും. നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചുള്ള ഒരു ഉപകാരം എന്താ വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ ഉപയോഗപ്പെടും. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിൽ ദ്രവണാങ്കം തിളനില എന്നൊക്കെ തന്നാൽ അത് ഇന്നതാണ് എന്നറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തെറ്റായ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ ഓപ്ഷൻ കട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ ഒന്നും കൂടി കൂടുതലായിരിക്കും. നമുക്ക് ദ്രവണാങ്കം എന്താ തിളനില എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്കതിൽ ഓപ്ഷന് തരുമ്പോൾ അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനത്തത് നമുക്ക് ഡയറക്റ്റ് ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു വാക്കുകൾ ഓപ്ഷനിൽ കയറി വരും. അപ്പോൾ നമുക്കത് തെറ്റായ ഓപ്ഷന് കട്ട് ചെയ്യാൻ ഉപകാരമാകും. ഇനിയൊരു പ്രധാനപ്പെട്ട കോളാണ് വിവിധ ലോഹങ്ങളുടെ തിളനിലയും ദ്രവണാങ്കവും സാന്ദ്രതയും തന്നിട്ടുള്ള ഒരു കോളാണ്. പ്രധാനപ്പെട്ട കോളാണ്. ഈ കോളം നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ വരച്ച് എഴുതുക. പക്ഷേ നമുക്ക് ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു 6 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഫാക്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വരച്ച് നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതുക. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ഈ ടേബിളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നോട്ട് ചെയ്യേണ്ട 6 പോയിൻറ്റുകളാണ്, 6 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ നമ്മൾ ചോദ്യം എന്തായിരിക്കും, ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം, അതേപോലെ തിളനില ഏറ്റവും കൂടിയ ലോഹം, സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം. 3 ചോദ്യമായില്ലേ. ഇനി തിളനില ഏറ്റവും കുറഞ്ഞ ലോഹം, സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം, ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം. ഇങ്ങനെ ഈ 6 ചോദ്യം നിങ്ങൾ ഈ നിർബന്ധമായിട്ടും ഈ ടേബിളിൽ നിന്ന് നിങ്ങൾ ഉത്തരം അറിഞ്ഞിരിക്കണം. ഈ ടേബിൾ മുഴുവൻ നിങ്ങൾ പഠിക്കണ്ട, ഈ ഒരു 6 ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഇങ്ങനെയുള്ള ടേബിളുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അല്ലാതെ ഈ ടേബിൾ മൊത്തം PSC ഒരിക്കലും ചോദിക്കില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായി ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അത് സാധ്യത വളരെ കുറവാണ്. എങ്കിലും അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ചേരുംപടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഓരോന്നിൻ്റെ തിളനില തന്നിട്ട് മാച്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വിദൂര സാധ്യത മാത്രമാണ്. പക്ഷേ നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ 6 ഫാക്റ്റ് എന്തായാലും ഇതിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് വളരെ സിമ്പിളാണ്. കാരണം മിക്കവാറും നമ്മളെ ഏറ്റവും കൂടിയത് ദ്രാവണാങ്കം തിളനിലയൊക്കെ ചിലപ്പോൾ ഏകദേശം ഒരേ ലോഹങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ പഠിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കത് നോക്കാം. നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഇതുപോലെ കോളം വരച്ച് ഇത് നോട്ടിലേക്ക് പകർത്തുക. മാക്സിമം നിങ്ങളത് പകർത്താൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്കത് ഇതുകൂടെ ഈ കോളമായിട്ടൊന്നും കൂടി പരിചിതമാകും. ഞാൻ ഇതിൽ ജസ്റ്റ് ഈ ഫാക്റ്റുകൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഒന്നാമത്തെ ചോദ്യമാണ് എന്ത്, ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം. നിങ്ങൾ തന്നെ നോക്കൂ, എൻ്റെ കൂടെ തന്നെ ഈ ടേബിൾ നോക്കൂ. ഇതിൽ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം ഇതിലേതിനാണ്? ഏറ്റവും കൂടിയ ദ്രവണാങ്കം ടങ്സ്റ്റൺ ആണ്. 3414. 3414 ദ്രവണാങ്കമുള്ള മറ്റൊരു മൂലകം ഇതിലില്ല, ലോഹം ഇതിലില്ലല്ലോ. ടങ്സ്റ്റൺ ആണ്. അപ്പോൾ ദ്രവണാങ്കം ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. ദ്രവണാങ്കം ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ഇനി തിളനില. അപ്പോൾ ദ്രവണാങ്കം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, തിളനിലയും കൂടുക അതേ ലോഹത്തിന് തന്നെയാണ്. ദ്രവണാങ്കം ഏതിനാണോ കൂടുതൽ സ്വാഭാവികമായിട്ടും തിളനിലയും അതിന് തന്നെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ തിളനില നോക്കൂ. ദ്രവണാങ്കവും തിളനിലയും ഡിഗ്രി സെൽഷ്യസിലാണ് വരുന്നത്. അപ്പോൾ ടങ്സ്റ്റണ് തന്നെയാണ് തിളനിലയിലും ഏറ്റവും കൂടുതൽ. 5555 5555 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്, ടങ്സ്റ്റണിൻ്റെ തിളനില. അപ്പോൾ ദ്രവണാങ്കം ഏറ്റവും കൂടിയത് ടങ്സ്റ്റൺ ആണ്, തിളനില ഏറ്റവും കൂടിയത് ടങ്സ്റ്റൺ ആണ്. 2 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പഠിച്ചാൽ മതി. ഇനി സാന്ദ്രതയുടെ കാര്യമാണെങ്കിൽ അവിടെ ടങ്സ്റ്റൺ അല്ല, അവിടെ ഏതാണ്? സാന്ദ്രതയുടെ കാര്യം വരുമ്പോൾ ചെറിയ ഒരു മില്ലി വ്യത്യാസങ്ങളിൽ ഏതാണ്? സ്വർണത്തിനാണ് സാന്ദ്രത ഏറ്റവും കൂടുതൽ. ടങ്സ്റ്റണിന് 19.254 ആണെങ്കിൽ സ്വർണത്തിൻ്റെ സാന്ദ്രത എന്താണ്? 19.281. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. വില കൂടിയ ലോഹം സ്വർണ്ണമല്ലേ, അപ്പോൾ അതിന് തന്നെയാണ് സാന്ദ്രതയും കൂടിയതെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി.
ഇപ്പോൾ ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം സ്വർണ്ണമാണ്. ഒന്നും കൂടിയും പറയാം, ദ്രവണാങ്കം ഏറ്റവും കൂടിയതും തിളനില ഏറ്റവും കൂടിയതും ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ആ നമ്പറും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3414 ഡിഗ്രി സെൽഷ്യസും തിളനില 5555 ഡിഗ്രി സെൽഷ്യസും ആണ്. ഇനി സാന്ദ്രതയുടെ കാര്യമാണെങ്കിലോ, സാന്ദ്രത ഏറ്റവും കൂടിയത് ടങ്സ്റ്റൺ തന്നെയാണ്. 19.254 ടങ്സ്റ്റണ്ണല്ല, സ്വർണ്ണത്തിനാണ്. 19.281 സ്വർണ്ണത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ്, 19.281. തൊട്ട് താഴെ രണ്ടാമത് ഉള്ളത് ഏതാണ്? ടങ്സ്റ്റൺ ആണ്, 19.254. അപ്പോൾ നമ്മൾ കൂടിയത് 3 കഴിഞ്ഞു. ഇനി ഏറ്റവും കുറഞ്ഞത്, ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞത്, കോളം നോക്കൂ, ഫസ്റ്റത്തെ കോളം. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ആകെ ഒരു 1000 താഴെ വരുന്ന ഒരേ ഒരു ലോഹമുള്ളൂ, അതേതാണ്? വെള്ളിയാണ്. വെള്ളിയാണ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം. 961 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളിയുടെ ദ്രവണാങ്കം. 961 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളിയാണ് ഏറ്റവും ദ്രവണാങ്കം കുറഞ്ഞ ലോഹം. തിളനില ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? തിളനില ഏറ്റവും കുറഞ്ഞ ലോഹം അതും വെള്ളി തന്നെയാണ്. ദ്രവണാങ്കം കുറയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും തിളനിലയും കുറയും. അതുകൊണ്ട് 2162 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളിയാണ് എന്ത്? തിളനില ഏറ്റവും കുറഞ്ഞ ലോഹം. ഇനി സാന്ദ്രത എടുത്തു നോക്കുകയാണെങ്കിൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം നാലാമത്തെ കോളം എടുക്കുകയാണെങ്കിൽ 4.508 വരുന്ന എന്താണ്? ടൈറ്റാനിയമാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം. 4.508 ഗ്രാം സെൻറ്റിമീറ്റർ മൈനസ് ക്യൂബ് വരുന്ന സാന്ദ്രത വരുന്ന ടൈറ്റാനിയം ലോഹമാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം. അപ്പോൾ നമുക്ക് ആകെ ഇതിൽ പഠിക്കേണ്ടത് 4 ലോഹങ്ങൾ മാത്രം പഠിച്ചാൽ മതി. 6 ചോദ്യങ്ങളുടെ ഉത്തരമായി. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹവും തിളനില ഏറ്റവും കൂടിയ ലോഹവും ടങ്സ്റ്റൺ ആണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. ദ്രവണാങ്കവും തിളനിലയും ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളിയാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ടൈറ്റാനിയമാണ്. ഇതാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് വരുന്ന 6 പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. അടുത്തതാണ് ലോഹങ്ങളുടെ പൊതുവായ മറ്റ് സ്വഭാവങ്ങളാണ്. ലോഹങ്ങളുടെ പൊതുവായ സ്വഭാവങ്ങളാണ് എന്തൊക്കെയാണ്? ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത. അപ്പോൾ ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, പിന്നെ ഉയർന്ന സാന്ദ്രത, സൊണോരിറ്റി, ഉയർന്ന ദ്രവണാങ്കം. എന്തൊക്കെയാണ് ലോഹങ്ങളുടെ പൊതുവായ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, അതുപോലെ ഉയർന്ന സാന്ദ്രത, സൊണോരിറ്റി, ഉയർന്ന ദ്രവണാങ്കം എന്നിവ എന്താണ്? ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകളാണ്. ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, അതുപോലെ ഉയർന്ന സാന്ദ്രത, സൊണോരിറ്റി, ഉയർന്ന ദ്രവണാങ്കം എന്നിവ എന്താണ്? ലോഹങ്ങളുടെ പൊതുവായ പ്രത്യേകതകളാണ്. ലോഹങ്ങളുടെ പൊതുവായ പ്രത്യേകതകളിൽ ഉയർന്ന കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്? താപചാലകത, വൈദ്യുത ചാലകത, അതുപോലെ സാന്ദ്രത, ഇതൊക്കെ ഉയർന്നിരിക്കും. മാലിയബിലിറ്റി, അടിച്ച് പരത്തി ചെറിയ തകിടുകളാക്കാനുള്ള കഴിവ്. ഡക്റ്റിലിറ്റി, വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാനുള്ള കഴിവ്. സൊണോരിറ്റി, കട്ടിയുള്ള സാധനം കൊണ്ട് പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ്. ഉയർന്ന ദ്രവണാങ്കവും. അപ്പോൾ 4 ഉയർന്നതും മാരിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോരിറ്റി, ഇത്രയും കാര്യങ്ങളാണിത് പൊതുവായിട്ടുള്ള ലോഹങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ എന്താണ് ഉപയോഗം സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടാമത്തേതിൻ്റെ അത് തന്നിട്ടുണ്ട്. ബാക്കി നമ്മളോട് കോളം വരക്കാനാണ്. കോളം വരച്ചിട്ട് നമ്മളോട് കണ്ടെത്താണ്. ആഹാര വസ്തുക്കൾ പൊതിയുന്ന അലുമിനിയം ഫോയിൽ നിർമ്മിക്കുന്നത് ഉപയോഗമാണ്. അതിന് സവിശേഷത എന്താണ്? നേർത്ത തകിടുകളാക്കാം. അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കാം. അതുകൊണ്ടാണ് എന്ത്? ആഹാര വസ്തുക്കൾ പൊതിയുന്ന അലുമിനിയം ഫോയിൽ നിർമ്മിക്കുന്നത്. വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നത് വെള്ളി കൊണ്ടാണ്. എന്താണ് കാരണം? വൈദ്യുതി കടത്തിവിടുന്നതുകൊണ്ട്, താപചാലകത കൂടിയതുകൊണ്ട്.
ഇനി പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനോ? പാത്രങ്ങൾ നിർമ്മിക്കുന്നത് അതെന്ത് പ്രത്യേകത കൊണ്ടാണ്? പ്രതലം കൂടുതൽ തിളക്കമാകുന്ന പ്രക്രിയക്ക് നമ്മളെന്താ പറയുക, ലോഹദ്യുതി കൂടുതൽ ഉള്ളത് കൊണ്ടാണ് എന്ത് പാത്രങ്ങൾ നിർമ്മിക്കുന്നത്. കൃഷിയായുധങ്ങൾ നിർമ്മിക്കുന്നതോ? കൃഷിയായുധങ്ങൾ നിർമ്മിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അത് അടിച്ചു വരത്താനും വലിച്ചു നീട്ടാനൊക്കെ കഴിയും. അപ്പം മാലിയബിലിറ്റിയും ഡക്റ്റബിലിറ്റിയും ഉള്ളത് കൊണ്ടാണ് എന്ത് കൃഷിയായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ആരാധനാലയങ്ങളിൽ മണികൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്തിൻ്റെ സവിശേഷത കൊണ്ടാണ്? സൊണോറിറ്റി എന്നുള്ള സവിശേഷത കൊണ്ടാണ്. കട്ടിയുള്ള ഇരുമ്പ് കൊണ്ട് പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദമുണ്ടാകും. ആ സൊണോറിറ്റി എന്നുള്ള പ്രത്യേകത അതുകൊണ്ടാണ് എന്ത് ആരാധനാലയങ്ങളിൽ മണികൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് കോളം പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുക. ഇനി താഴെ കുറച്ച് വസ്തുതകൾ നമുക്ക് ജസ്റ്റ് ചോദ്യങ്ങളായിട്ട് ചോദിച്ചു പോയിക്കാണ്. വീടിന് പുറത്ത് സൂക്ഷിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ കാലക്രമേണ തുരുമ്പെടുത്ത് നശിക്കുന്നു. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നു. ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ലോഹസങ്കരങ്ങൾ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അത് പഠിച്ചതിന് ശേഷം നമുക്ക് ലോഹങ്ങൾ വായുമായിട്ടും അതുപോലെ ജലവുമായിട്ടും ആസിഡുമായിട്ടുമൊക്കെയുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ലോഹസങ്കരങ്ങൾ അഥവാ അലോയ്സ് എന്നുള്ള ഈ ഒരു ഭാഗം നോക്കാം. ലോഹസങ്കരങ്ങൾ അഥവാ അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് എന്ത് ലോഹസങ്കരങ്ങൾ. ലോഹസങ്കരങ്ങൾ അഥവാ അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് എന്ത് ലോഹസങ്കരങ്ങൾ. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും എന്തുണ്ട്? ലോഹസങ്കരങ്ങൾക്കുണ്ട്. അപ്പോൾ ലോഹസങ്കരങ്ങളുടെ സവിശേഷത എന്താണ്? ലോഹങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച ബലമുണ്ട്. അതുപോലെ എന്താണ്? ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ലോഹസങ്കരങ്ങൾക്കുണ്ട്. 90% ലോഹങ്ങളും ലോഹസങ്കരങ്ങളായാണ് ഉപയോഗിക്കുന്നത്. മെച്ചപ്പെട്ട സവിശേഷതകളുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരമാണ് എന്ത് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി താഴെ ചില ലോഹസങ്കരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. ഇത് പ്രധാനപ്പെട്ട ഒരു കോളാണ്. ലോഹസങ്കരവും അതിലടങ്ങിയിരിക്കുന്ന ഘടക ലോഹങ്ങൾ. ആദ്യത്തെ ലോഹസങ്കരമാണ് എന്ത്? ബ്രാസ് അഥവാ പിച്ചള എന്ന് പറയുന്നത്. ബ്രാസ്, പിച്ചള എന്നൊക്കെ പറയുന്നത്. ബ്രാസ്, പിച്ചള എന്ന് പറയുന്നതിൽ അതിലെ ഘടക ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പറും സിങ്കുമാണ്. അപ്പോൾ കോപ്പറും സിങ്കുമാണ് ഏത്? ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിലെ ലോഹ ഘടകങ്ങൾ. അപ്പോൾ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? ലോഹസങ്കരമായ ബ്രാസിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പറും സിങ്കാണ്. ഇനി ബ്രോൺസ് അഥവാ ഓടിലാണെങ്കിലോ കോപ്പർ, ചെമ്പ്, ടിന്ന്. ബ്രോൺസ് അഥവാ ഓടിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, ചെമ്പ്, ടിന്ന്. ബ്രോൺസിൽ ഏതൊക്കെയാണ്? കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്, ടിന്ന്. കോപ്പറും സിങ്കും ഏതാണ്? പിച്ചള അഥവാ ബ്രാസിലാണ് കോപ്പറും സിങ്കും. എന്നാൽ ബ്രോൺസ് അഥവാ ഓടിലേതാണ്? കോപ്പർ അതുപോലെ ടിന്ന്. കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് പിന്നെ ടിന്ന്. അടുത്തത് നിക്രോമും അൽനിക്കോണ്. ഇത് നമുക്ക് പേരിൽ തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സുഖമായിട്ട് നമുക്ക് കിട്ടാം. ആദ്യത്തെ നമുക്ക് നിക്രോം എടുക്കാം. ഈ നിക്രോമിൻ്റെ ആദ്യത്തെ 2 അക്ഷരം എടുക്കുക. നീ എന്നെടുക്കുമ്പോൾ നിക്കൽ, ക്രോം എന്നെടുക്കുമ്പോൾ ക്രോമിയം. അപ്പോൾ 2 ഘടക ലോഹങ്ങൾ കിട്ടിയാലോ. കൂട്ടത്തിൽ അയണും കൂടി ഉണ്ട്, അയണും കൂടി ഉണ്ടാവും. അപ്പോൾ നിക്രോം ഏതൊക്കെയാണ്? അതിൻ്റെ ഘടകലോഹങ്ങൾ നിക്കൽ, ക്രോമിയം. നിക്രോം പേരിൽ തന്നെ ഉണ്ടല്ലോ, ക്രോം, നിക്കലും ക്രോമിയവും. കൂട്ടത്തിൽ അയണും കൂടി ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. കൂട്ടത്തിൽ അയണുണ്ട്. അടുത്ത നമ്മൾ അൽനിക്കോൻ്റെ കാര്യങ്ങളും നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. കൂട്ടത്തിൽ അയണും കൂടി ഉണ്ട്. ഇപ്പോൾ നിക്രോമിൽ നിക്കൽ, ക്രോമിയം, അയണ്. നിക്രോമിലെ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ നിക്കൽ എന്ന് ഓർക്കണം. ക്രോം എന്നുള്ളത് എന്താകുമ്പോൾ ക്രോമിയം എന്ന് ഓർക്കണം. കൂട്ടത്തിൽ അയണും.
അടുത്ത ലോഹസങ്കരമായ അൽനിക്കോയിൽ നമുക്കും അതും പേരിൽ തന്നെ കിട്ടാം. അൽ എന്നുള്ളത് നമുക്ക് എന്തെടുക്കാം, അലുമിനിയം. നീ എന്നുള്ളതോ നിക്കൽ, കോ എന്നുള്ളതോ കൊബാൾട്ട്. മൂന്നും കിട്ടിയാലോ. കൂട്ടത്തിൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അപ്പോൾ അൽനിക്കോം എന്ന ലോഹസങ്കരത്തിലുള്ളത് ഏതൊക്കെയാണ്? അൽ എന്ന് പറയുമ്പോൾ അലുമിനിയം, നീ എന്ന് പറയുമ്പോൾ നിക്കൽ, കോ എന്ന് പറയുമ്പോൾ കൊബാൾട്ട്. അപ്പോൾ പേരിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? 3 ലോഹഘടകങ്ങൾ കിട്ടി. ഇതല്ലാതെ കൂട്ടത്തിൽ ഏതാണുള്ളത്? പൊതുവായിട്ടുള്ളത് ഇരുമ്പാണ്. ഇരുമ്പ് അഥവാ അയണാണ്. അപ്പോൾ നമ്മൾ അൽനിക്കോ ആണെങ്കിലും നിക്രോം ആണെങ്കിലും അതെന്താണ്? പേരിൽ തന്നെ നമുക്കതിലെ ഘടകലോഹങ്ങൾ കിട്ടും. നിക്രോമിൽ നിക്കൽ, ക്രോമിയം, അയണ്. അൽനിക്കോൽ അയണ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. അപ്പോൾ രണ്ടിലാണെങ്കിലും നമുക്ക് ആ പേരിലെ ഓരോ ലെറ്റർ വെച്ചുകൊണ്ട് തന്നെ ഘടകലോഹങ്ങൾ കണക്ട് ചെയ്യാം. കൂട്ടത്തിൽ എന്തുണ്ട്? അയണ് അഥവാ ഇരുമ്പും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ചില ലോഹസങ്കരങ്ങളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വളരെ ചെറിയ അളവിൽ എന്തൊക്കെയുണ്ട്? കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങളും ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചില ലോഹസങ്കരങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വളരെ ചെറിയ അളവിൽ അലോഹ മൂലകങ്ങളായ കാർബണും സിലിക്കണൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ അടങ്ങിയിരിക്കുന്ന അലോഹ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും സിലിക്കണും. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന അലോഹ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, സിലിക്കൺ. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഇതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അലോഹ മൂലകങ്ങളായ ഏതൊക്കെയാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്നത്? കാർബണും സിലിക്കണും. അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് ലോഹങ്ങൾ വായുവുമായുള്ള പ്രവർത്തനം, അതുപോലെ ജലവുമായുള്ള പ്രവർത്തനം, ആസിഡുമായുള്ള പ്രവർത്തനം, അതുപോലെ ലോഹനാശനം എന്നീ ടോപ്പിക്കുകളാണ് ഇനി ഇതിൽ പഠിക്കാനുള്ളത്. ആദ്യം അന്തരീക്ഷവുമായുള്ള ലോഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നോക്കാനുള്ളത്. അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കൂ. പുതിയതായി രൂപം കൊണ്ട പ്രതലത്തിന് ലോഹദ്യുതി നിരീക്ഷിക്കൂ. അല്പനേരം ഈ ഭാഗം അന്തരീക്ഷ വായിൽ തുറന്നു വെക്കുക. അപ്പോൾ ലോഹദ്യുതി നമ്മൾ എന്താണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണം ഒരു പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോഡിയം എന്ത് ചെയ്യുക? കത്തി കൊണ്ട് മുറിച്ചെടുത്തിട്ട് പുതുതായി രൂപം കൊണ്ട പ്രതലത്തിൽ അപ്പോൾ ലോഹദ്യുതി ഉണ്ടാവും. തിളക്കമാർന്ന പ്രതലമായിരിക്കും. അതിനാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം അന്തരീക്ഷത്തിൽ വെക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ വെച്ചാൽ എന്തുണ്ടാവും? അതിൻ്റെ തിളക്കം നശിക്കും. ഒരു അലുമിനിയം കമ്പി എടുത്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് നോക്കൂ. നല്ല തിളക്കം കാണുന്നില്ലേ? ഏതാനും ദിവസങ്ങൾക്കകം ഈ തിളക്കം മങ്ങിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? അപ്പോൾ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉദാഹരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വരാം. സോഡിയത്തിൻ്റെ ലോഹദ്യുതി നഷ്ടമാകുന്ന പ്രക്രിയ ഏതെന്ന് ചോദിച്ചാൽ അന്തരീക്ഷ വായുമായുള്ള ലോഹത്തിൻ്റെ പ്രവർത്തനമാണ്. ഒന്നാമത്തെ പാറ്റേൺ ചോദ്യം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, അലുമിനിയം കമ്പിയുടെ അല്ലെങ്കിൽ മുറിച്ച അലുമിനിയം കമ്പിയുടെ തിളക്കമാർന്ന ഭാഗത്തിൻ്റെ തിളക്കം നഷ്ടമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലോഹത്തിൻ്റെ വായുമായുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ 2 സംഭവങ്ങളും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ കോപ്പർ, മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ അന്തരീക്ഷ വായുമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അന്തരീക്ഷ വായുമായി പ്രവർത്തിക്കുന്ന മറ്റു ലോഹങ്ങളാണ് കോപ്പറും മഗ്നീഷ്യവും. ഇനി നമുക്ക് എന്താണ് അന്തരീക്ഷ വായുമായി പ്രവർത്തിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ലോഹങ്ങൾ അന്തരീക്ഷ വായുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ലോഹപ്രതലത്തിന് തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ലോഹങ്ങളുടെ അന്തരീക്ഷ വായുമായുള്ള പ്രവർത്തനമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ലോഹങ്ങൾ എന്ത് ചെയ്യും? അന്തരീക്ഷ വായുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യും? വായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ലോഹപ്രതലത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടും. ഒന്നും കൂടി പറയാം. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ലോഹപ്രതലത്തിൻ്റെ തിളക്കം നഷ്ടമാകും. അപ്പോൾ അതിനുള്ള 2 ഉദാഹരണങ്ങളാണ് എന്ത്? അലുമിനിയം കമ്പിയെടുത്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് നോക്കൂ. തിളക്കം കാണുന്നില്ലേ? പിന്നെ ഏതാനും ദിവസങ്ങൾക്കകം ഈ തിളക്കം നഷ്ടമാകും. അതൊരു കാരണം. അതുപോലെ സോഡിയത്തിൻ്റെ ലോഹദ്യുതി എന്ത് ചെയ്യും? അത് കുറച്ച് കഴിഞ്ഞാൽ മങ്ങിപ്പോവും. അതും ഈ 2 കാരണങ്ങൾ എന്താണ്? ലോഹങ്ങളുടെ വായുമായുള്ള പ്രവർത്തിക്കാനുള്ള കഴിവ് കാരണമുണ്ടാകുന്ന
സംഭവങ്ങളാണ്. അപ്പോൾ ലോഹങ്ങൾ അന്തരീക്ഷ വായുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതിൻ്റെ ഫലമായിട്ട് ലോഹപ്രതലത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ലോഹങ്ങൾക്ക് വായുമായിട്ട് മാത്രമല്ല, അന്തരീക്ഷ വായുമായിട്ടുമല്ല, ജലമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ലോഹങ്ങൾ ജലവുമായിട്ടും പ്രവർത്തിക്കും. അതിന് പരീക്ഷണം ചെയ്യാനാണ് 2 ബീക്കറുകളിൽ 1/4 ഭാഗം വീതം ജലമെടുക്കുക. ആദ്യത്തേതിൽ ഒരു ചെറിയ കഷ്ണം സോഡിയം ലോഹവും രണ്ടാമത്തേതിൽ ചെറിയ കഷ്ണം കോപ്പറും ഇടുക. നിങ്ങളുടെ നിരീക്ഷണം എഴുതൂ. ജലവുമായി പ്രവർത്തിച്ച ലോഹം ഏത്? സ്വാഭാവികമായിട്ടും കോപ്പറായിരിക്കും. പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഏത് എന്നൊക്കെ പറയും. ഇനി ചില ലോഹങ്ങൾ എന്ത് ചെയ്യും? അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടും. അപ്പോൾ ചില ലോഹങ്ങളുടെ പ്രത്യേകത എന്താണ്? അനുകൂല സാഹചര്യങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ട് ജലവുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യും? ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടും. അപ്പോൾ ചില ലോഹങ്ങൾ എന്ത് ചെയ്യും? അനുകൂല സാഹചര്യങ്ങൾ ഒത്തു കിട്ടിയാൽ എന്ത് ചെയ്യും? ജലവുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു. സോഡിയവും ജലവുമായുള്ള പ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് എന്ത്? സോഡിയം പ്ലസ് ജലം പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എന്താവും? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവും. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവും. അപ്പോൾ സോഡിയം ജലവുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകും. അപ്പോൾ ചില ലോഹങ്ങൾ എന്ത് ചെയ്യും? ജലവുമായി പ്രവർത്തിച്ച് അനുകൂല സാഹചര്യത്തിൽ ജലവുമായി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജനെ പുറത്തു വിടുന്നു. അപ്പോൾ സോഡിയം ജലവുമായി പ്രവർത്തിച്ചാൽ എന്തൊക്കെ ഉണ്ടാകുക? സോഡിയവും ഹൈഡ്രോക്സൈഡും ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. ഇവിടെ നമുക്ക് സൂത്രവാക്യം രാസസൂത്രം തന്നിട്ടുണ്ട്. 2Na + 2H2O = 2NaOH + H2. ഇപ്പോൾ 2 സോഡിയം ആറ്റങ്ങളും 2 എന്ത് ചെയ്യാം? 2 ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? 2 സോഡിയം ഹൈഡ്രോക്സൈഡും 2 ഹൈഡ്രജനും ഉണ്ടാവുന്നു. പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയും തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നവയാണ്. ഇപ്പോൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? ഹൈഡ്രജനെ സ്വതന്ത്രമാക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിൻ്റാണ് സോഡിയവും ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ്? SCRT ഫാക്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതുപോലെ കോപ്പി പേസ്റ്റിന് സാധ്യതയുള്ളൊരു ഭാഗമാണ്. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ലോഹങ്ങളുടെ ആസിഡുമായുള്ള പ്രവർത്തനം. നമ്മളിപ്പോൾ അന്തരീക്ഷ വായുമായുള്ള പ്രവർത്തനം പറഞ്ഞു, ജലവുമായിട്ടുള്ള പ്രവർത്തനം പറഞ്ഞു. ഇനി ഇതുപോലെ എന്താണ്? ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. ലോഹങ്ങൾ എന്ത് ചെയ്യും? ആസിഡുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ഇതുപോലെ ആസിഡുമായിട്ടും പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് നോക്കാൻ പോകുന്നത്. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? വിവിധ ടെസ്റ്റ് ട്യൂബുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് സിങ്ക്, അലുമിനിയം, അയൺ, മഗ്നീഷ്യം, കോപ്പർ തുടങ്ങിയ ലോഹങ്ങൾ നിക്ഷേപിച്ച് പരീക്ഷണം ആവർത്തിച്ചു നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? ആസിഡുമായി പ്രവർത്തിച്ച ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും തീവ്രമായി പ്രവർത്തിച്ചത്. ഇത് നമ്മളോട് പരീക്ഷണം ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നമ്മളിങ്ങനെ ചെയ്താലുണ്ടാകുന്ന സമവാക്യങ്ങൾ നോക്കാം. ഇത് പ്രധാനപ്പെട്ട സമവാക്യമാണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിച്ചാൽ എന്തൊക്കെ ഉണ്ടാകുക? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ജലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ആസിഡുമായി പ്രവർത്തിച്ചാലും എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും? സിങ്ക് ക്ലോറൈഡും ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും? സിങ്ക് ക്ലോറൈഡും ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ സിങ്ക് ക്ലോറൈഡ്, ഹൈഡ്രജൻ എന്നിവ ഉണ്ടാകുന്നു. Zn + 2HCl = ZnCl2H2. അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇതോടൊപ്പം ഒരു ലോഹ ലവണ സംയുക്തവും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ അലുമിനിയം ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, മഗ്നീഷ്യം ആയിക്കോട്ടെ, അതുപോലെ അയൺ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് ലോഹങ്ങൾ ആസിഡുകളായി പ്രവർത്തിച്ചാലും നമ്മൾ ജലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ജലവുമായി പ്രവർത്തിച്ചാലും ഹൈഡ്രജൻ വാതകം ഉണ്ടാകും, ആസിഡുമായി പ്രവർത്തിച്ചാലും ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. പക്ഷേ ഇവിടെ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ കൂടെ തന്നെ ഒരു സംയുക്തവും ഉണ്ടാകും, ഒരു ലോഹ ലവണ സംയുക്തം കൂടി ഉണ്ടാകും.
ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അലുമിനിയോ, സിങ്കോ, മഗ്നീഷ്യോ, അതുപോലെ അയണോ, ഏത് ലോഹ ആയിക്കോട്ടെ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഒരു ലോഹ ലവണ സംയുക്തം കൂടി ഉണ്ടാവും. ലോഹ ലവണ സംയുക്തം കൂടി ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഈ മോരിനൊക്കെ ആസിഡ് സ്വഭാവമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും? അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോഹ ലവണ സംയുക്തവും ഹൈഡ്രജനും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിൻ്റെ കാരണം. അതുപോലെ തന്നെയാണ് നാരങ്ങയും മോരൊക്കെ. നാരങ്ങ ആണെങ്കിലും മോരാണെങ്കിലും ഒക്കെ എന്താണ്? ആസിഡ് സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് അലുമിനിയം പാത്രത്തിൽ എന്ത് ചെയ്യുക? അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിച്ച് വെക്കാറില്ല. അതുപോലെ നാരങ്ങയാണെങ്കിൽ. അതുപോലെ നാരങ്ങ മുറിക്കാൻ എന്ത് ചെയ്യുക? ഇരുമ്പ് കത്തിയേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണ്. അപ്പോൾ നാരങ്ങയ്ക്ക് മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ ഏറ്റവും നല്ലത് ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണ്. അവിടെയും ഇതുപോലെ പ്രവർത്തനം നടക്കും. കാരണം നാരങ്ങക്ക് എന്ത് ചെയ്യും? ആസിഡ് സ്വഭാവമാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ലോഹ ലവണ സംയുക്തവും ഹൈഡ്രജനും ഉണ്ടാവും ഇരുമ്പുമായി പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ അവിടെ ഏറ്റവും നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികൾ ഉപയോഗിക്കുന്നതാണ് നാരങ്ങ മുറിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ മോര് എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെ സൂക്ഷിച്ചാൽ മോരിന് ആസിഡ് സ്വഭാവമുള്ളത് കൊണ്ട് അവിടെയും പ്രവർത്തനം നടക്കും. ഈ പറഞ്ഞ ലോഹ ലവണ സംയുക്തം ഉണ്ടാകും. അതുപോലെ എന്തുണ്ടാവും? ഹൈഡ്രജൻ വാതകവും ഉണ്ടാകും. ഇനി ഇവിടെ 2 കോളുണ്ട്. ലോഹങ്ങൾ എവിടെ നിന്ന് എന്നുള്ളതും ലോഹങ്ങൾ മനുഷ്യ ശരീരത്തിലും എന്നുള്ളത്. ആദ്യത്തെ നോക്കാം. ലോഹങ്ങൾ എവിടെ നിന്ന്? ലോഹങ്ങൾ എവിടെ നിന്ന്? ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെ നമ്മൾ ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് വിളിക്കുന്നു. ലോഹങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ്? ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ് നമ്മൾ ലോഹങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടി പറയാം. ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഇവയിൽ നിന്ന് രാസപ്രക്രിയ വഴിയാണ് എന്ത്? ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. ഇവയിൽ നിന്ന് രാസപ്രക്രിയ വഴിയാണ് എന്ത്? ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് എന്ത്? സ്വർണം. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണം ഏതാണ്? സ്വർണ്ണമാണ്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണം സ്വർണ്ണമാണ്. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലുമിനിയാണ്. ഇരുമ്പ്, കാൽസ്യം മുതലായവ എന്ത് ചെയ്യും? 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ്. സ്വതന്ത്രമായി കാണപ്പെടുന്ന ലോഹമാണ് സ്വർണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. 2ാം സ്ഥാനം ഇരുമ്പ്, 3ാം സ്ഥാനം കാൽസ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയാണ്. 2ാം സ്ഥാനം ഇരുമ്പ്, 3ാം സ്ഥാനം കാൽസ്യം. പിന്നെ സ്വതന്ത്രമായി കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണം സ്വർണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അലുമിനിയമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ചോദ്യം. 2ാം സ്ഥാനം ഇരുമ്പിനും 3ാം സ്ഥാനം കാൽസ്യത്തിനും ആണ്. അടുത്തതാണ് ലോഹങ്ങൾ മനുഷ്യ ശരീരത്തിലും. ചെറിയ അളവിലാണെങ്കിലും ചില ലോഹധാതുക്കളുടെ സാന്നിധ്യം ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും പോഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ചില ലോഹധാതുക്കളുടെ സാന്നിധ്യം എന്തിന്? ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും പോഷണത്തിനൊക്കെ അത്യന്താപേക്ഷിതമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ എന്തടങ്ങിയിരിക്കുന്നു? ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? ഹീമോഗ്ലോബിനാണ്. അതിലെന്തുണ്ട്? ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മൾ ബയോളജിയിൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു ഫാക്റ്റാണ്. നമ്മളെ ബയോളജി മോഡ്യൂളിൽ വരുന്ന ഫാക്റ്റാണ്. എങ്കിലും ഇവിടെ അത് അഡ്വാൻസായി പഠിച്ചു എന്നുള്ളൂ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിന്. ഹീമോഗ്ലോബിനിൽ എന്തുണ്ട്? ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായത് എന്താണ്? കാൽസ്യമാണ്. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നത് എന്താണ്? കാൽസ്യമാണ്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണ്? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ ആവശ്യമാണ്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ ആവശ്യമാണ്.
ഇനി വളരെ നേരിയ തോതിലാണെങ്കിലും സിങ്ക് കോപ്പർ സെലീനിയം മുതലായവയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. നമുക്ക് വളരെ നേരിയ തോതിലാണെങ്കിൽ എന്തൊക്കെ വേണം? മറ്റ് ലോഹങ്ങളായ സിങ്ക്, കോപ്പർ, സെലീനിയം എന്നിവയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഇനി ലോഹനാശനം എന്നുള്ള ഇതാണ് വരുന്നത്. ലോഹനാശനം നിത്യജീവിതത്തിൽ കൊറോഷൻ ഓഫ് മെറ്റൽസ് അഥവാ ലോഹനാശനം. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. നമുക്ക് ചുറ്റുമുള്ള ഇരുമ്പ് വസ്തുക്കൾക്ക് കാലപ്പഴക്കം കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഇരുമ്പിന് എന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കും. നിങ്ങളുടെ വീട്ടിലെ ഇരുമ്പ് ജനാല കമ്പികൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണോ അവയിൽ പെയിൻ്റ് അടിക്കുന്നത്? അല്ല, നമ്മളത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ കൂടിയാണ് എന്ത് ചെയ്യും? നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒരു രാസപ്രവർത്തനം ചെയ്യാനുള്ള, ഒരു പരീക്ഷണം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിലൊക്കെ ആ രാസപ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അത് വെച്ച് ചെയ്യുക, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. നമ്മൾ 4 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോന്നിലും ഇരുമ്പാണി വീതം ഇടുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് നനഞ്ഞ പഞ്ഞിയിട്ട ശേഷം അന്തരീക്ഷ വായുവിൽ തുറന്ന് സൂക്ഷിക്കുക. രണ്ടാമത്തേതോ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണിക്കൊപ്പം നീറ്റുകക്കയിട്ട് അടച്ച് സൂക്ഷിക്കുക. നീറ്റുകക്കയുടെ പ്രത്യേകത എന്താണ്? നീറ്റുകക്കയ്ക്ക് ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നീറ്റുകക്കയുടെ പ്രത്യേകത എന്താണ്? നീറ്റുകക്കയ്ക്ക് ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നീറ്റുകക്ക ഉപയോഗിക്കുന്നത് എന്തിനാണ്? നീറ്റുകക്കയ്ക്ക് ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് നോട്ട് ചെയ്യുക. നമ്മളിങ്ങനെ വരികൾ വായിച്ചു വിടുമ്പോൾ ഇതുപോലുള്ള പോയിന്റുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്? ഇരുമ്പാണിക്കൊപ്പം നീറ്റുകക്കയിട്ട് അടച്ച് സൂക്ഷിക്കുക. നീറ്റുകക്കയുടെ പ്രത്യേകത എന്താണ്? ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യണം? ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം സോഡിയം ക്ലോറൈഡ് ലായനി ഒഴിച്ച് സൂക്ഷിക്കുക. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിലോ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് സൂക്ഷിക്കുക. ഇനി ഒരാഴ്ചയോളം അത് ടെസ്റ്റ് ട്യൂബുകൾ സൂക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഇരുമ്പാണികൾക്കുണ്ടായ മാറ്റങ്ങൾ നിരീക്ഷിക്കാം. ഇതിൽ ഏതൊക്കെ ടെസ്റ്റ് ട്യൂബുകളിലാണ് ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിലെ ആണികളാണ് തുരുമ്പിച്ചത്? ഏറ്റവും അധികം തുരുമ്പുണ്ടായത് ഏതൊക്കെ ടെസ്റ്റ് ട്യൂബുകളിൽ? അന്തരീക്ഷ വായുവിൽ തുറന്നു വെച്ചിരിക്കുന്ന ഇരുമ്പ് വസ്തുവിന് തുരുമ്പുന്നതിന് പ്രേരകമായ ഘടകങ്ങൾ. ഇങ്ങനെ കുറേ ചോദ്യം, അത് നമ്മൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളാണ്. അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് നീറ്റുകക്ക. നീറ്റുകക്കയ്ക്ക് എന്താണ്? ജലം ആഗിരണം ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഇനി അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്ത്? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നതിനുള്ള കാരണം എന്താണ്? അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് എന്ത്? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇനി ലോഹനാശം എന്താണ്? നമ്മളെ ഹെഡിങ് തന്നെ ലോഹനാശമാണ്. അതെന്താണെന്ന് നോക്കാം. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും എന്ത് ചെയ്യും? അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ലോഹനാശമെന്ന് പറയുന്നത്, ലോഹനാശനമെന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും എന്ത് ചെയ്യും? അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറും. ഈ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ലോഹനാശമെന്ന് പറയുന്നത്. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും എന്ത് ചെയ്യും? അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുതിയ പദാർത്ഥങ്ങളായി മാറും. ഈ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഹനാശനം എന്ന് പറയുന്നത്. പിന്നെ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്ത്? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ്. അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി ഇരുമ്പും മറ്റു ലോഹങ്ങളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലോഹനാശനം. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് ലോഹനാശനം. അപ്പോൾ ഇത്രയാണ് എന്ത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഈ മൊഡ്യൂൾ ഇന്ന് പുതുതായി തുടങ്ങുകയാണ്. ഇതിൽ ആദ്യത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്.
ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഈ മോഡലിൽ തന്നെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.